അവസാന വിക്കറ്റായി ഉസ്മാൻ താരിഖിന്റെ സ്റ്റെമ്പ് തെറിപ്പിക്കുമ്പോൾ ഹാർദിക് പാണ്ഡ്യ അതൊന്ന് ആഘോഷിച്ചതുപോലുമില്ല. ഓർക്കാൻ ഡ്രാമയോ ഹൈ മൊമെന്റുകളോ ഹൈ ഇമോഷനോ ഒന്നുമില്ല. ഒരു പൂ പറിക്കുന്ന ലാഘവത്തിൽ ഇന്ത്യ പാകിസ്ഥാന് മേൽ നേടിയ മറ്റൊരു വിജയം. എ ബോയ്ക്കോട്ട് മൈറ്റ് ഹാവ് ബീൻ ലെസ് എംബറാസിംഗ്, അഥവാ ബഹിഷ്കരണം പോലും അവർക്ക് ഇത്രയ്ക്ക് അപമാനം നൽകില്ലായിരുന്നു. പാകിസ്ഥാൻ പരാജയപ്പെട്ടതിന് പിന്നാലെ ഫോക്സ് ക്രിക്കറ്റ് നൽകിയൊരു തലക്കെട്ടാണിത്. വേദികളും ടൂർണമെൻറ്റുകളും വർഷങ്ങളും മാറി മാറി വരുന്നു. ഹൈപ്പും ബ്രോഡ്കാസ്റ്റ് റവന്യൂയും കൂടിക്കൂടി വരികയും ചെയ്യുന്നു. പക്ഷേ മാറ്റമില്ലാത്തത് ഒന്ന് മാത്രം: ഇന്ത്യയോട് പാകിസ്ഥാൻ തോറ്റുകൊണ്ടേയിരിക്കുന്നു. ഒരു കാലത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടങ്ങളും ക്വാളിറ്റി മത്സരങ്ങളും ക്രിക്കറ്റ് ലോകത്തെ നൽകിയിരുന്ന ഇന്ത്യ പാക് മത്സരങ്ങൾ ഇന്ന് വെറുമൊരു തമാശയായി മാറിയിരിക്കുന്നു. പാകിസ്ഥാൻ ക്രിക്കറ്റിന് അവരുടെ പുതുതലമുറ നൽകുന്ന അപമാനങ്ങളിൽ ഒന്നുകൂടി. മറുവശത്ത് ഇന്ത്യക്കോ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും പാകിസ്ഥാൻ ഒരു പ്രശ്നമല്ലാതെയായി തുടരുന്നു. കളി കൊളംബോ പ്രേമദാസയിലാണ്. ലങ്കയിൽ മാത്രം ടൂർണമെൻറ്റ് കളിക്കുന്ന പാകിസ്ഥാൻ ഇന്ത്യയേക്കാൾ നന്നായി ഗ്രൗണ്ടിനെ മനസ്സിലാക്കാൻ സമയവും കിട്ടി. സ്പിൻ ബോളർമാരുടെ ആധിക്യം കാരണം പാകിസ്ഥാന് ചിലർ സാധ്യത കൽപ്പിക്കുക വരെ ചെയ്തു. ടോസ് ജയിക്കുക എന്ന ആനുകൂല്യവും കിട്ടിയത് പാകിസ്ഥാന് തന്നെ. പക്ഷേ ടോസ് ജയിച്ചിട്ടും ഫീൽഡിംഗ് തിരഞ്ഞെടുത്തതോടെ തന്നെ പാകിസ്ഥാൻ മത്സരം തോറ്റെന്നാണ് പലരും പറയുന്നത്. പൊതുവെ രണ്ടാമതായി ബാറ്റ് ചെയ്തവരെല്ലാം പതറുന്ന ടൂർണമെൻറ്റിൽ പാകിസ്ഥാൻ്റെ തീരുമാനം അത്ഭുതത്തോടെയാണ് പലരും കണ്ടത്. പാർട്ട് ടൈമും ഫുൾ ടൈമുമായി 6 സ്പിന്നർമാർ. പ്രേമദാസിൽ ഇന്ത്യയോട് കോർക്കാനിറങ്ങുമ്പോൾ പാകിസ്ഥാൻ്റെ പ്രതീക്ഷ ഈ ലൈനപ്പിൽ തന്നെയായിരുന്നു. ടീമിൽ ആകെയുള്ളത് ഷഹീൻ ഷാ അഫ്രീദി എന്ന ഏക പേസർ മാത്രം. ഒരു പക്ഷേ ലോക ക്രിക്കറ്റിൽ പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ ഐഡൻറ്റിറ്റിയും കരുത്തും പേസ് ബോളർമാരായിരുന്നു. അതിൽ നിന്നുമുള്ളൊരു തിരിച്ചുപോക്കായിരുന്നു ഈ മത്സരം. കൊളംബോ പ്രേമദാസക്ക് മുകളിൽ നിന്നും കാർമേഘങ്ങളും റെയിൻ വാഷൗട്ടും മാറി നിന്ന ദിവസത്തിൽ ഇന്ത്യയെ ഞെട്ടിച്ചുകൊണ്ട് പാകിസ്ഥാനായി ആദ്യ ഓവർ എടുത്തത് ക്യാപ്റ്റൻ സൽമാൻ അലി ആഗ. അഭിഷേക് ശർമ്മയ്ക്ക് നേരെ 3 തുറ ഡോട്ട് ബോളുകൾ എറിഞ്ഞ ആഗ അഭിഷേകിനെ മടക്കിയതോടെ പാകിസ്ഥാൻ എന്തോ വലിയ പ്ലാനുകളുമായാണ് വന്നതെന്നാണ് തോന്നിച്ചത്. ഒരുപക്ഷെ പാക് ക്യാപ്റ്റൻ മത്സരത്തിൽ ആകെ ചിരിച്ച മൊമെന്റ് അതാകും. സമ്മർദ്ദത്തിലായ ഇന്ത്യക്ക് മേൽ ഷഹീൻ ഷാ അഫ്രീഡിയെ അയച്ച് കളി പിടിക്കുക എന്നതായിരുന്നു പാക് പ്ലാൻ. പക്ഷേ ഷഹീൻ ഷാ അഫ്രീഡിക്ക് നേരെ കൗണ്ടർ അറ്റാക്ക് നടത്തുക എന്ന ധീരമായ തീരുമാനം ഇഷാൻ കിഷൻ ഏറ്റെടുത്തു. അഫ്രീഡിയുടെ ആദ്യ പന്തിന് അതേ വേഗത്തിൽ കിഷൻ ഗാലറിയിലേക്ക് ഊർത്തിറക്കി. 2 ബൗണ്ടറികൾ സഹിതം ആ ഓവറിൽ പിറന്നത് 15 റൺസ്. ഒരൊറ്റ ഓവർ കൊണ്ട് കിഷൻ മൊമെന്റ് ഇന്ത്യക്ക് അനുകൂലമായി ഷിഫ്റ്റ് ചെയ്തു. 6 സ്പിന്നർമാരെന്ന പാകിസ്ഥാന്റെ തീരുമാനം തെറ്റായിരുന്നുവെന്ന് പറയാനാകില്ല. കാരണം 18 ഓവറിൽ 6 സ്പിന്നർമാരും ചേർന്ന് കൺസീഡ് ചെയ്തത് 144 റൺസാണ്. 2 ഓവർ മാത്രം എറിഞ്ഞ ഷഹീൻ ഷാ അഫ്രീഡി 31 റൺസ് കൺസീഡ് ചെയ്യുകയും ചെയ്തു. ഇഷാൻ കിഷൻ കൊടുങ്കാറ്റ് പോലെ പടർന്നപ്പോൾ ഇന്ത്യ വേണ്ടി വന്നാൽ 200 റൺസ് വരെ പോയേക്കുമെന്ന് തോന്നലുണ്ടായിരുന്നു. പക്ഷേ കിഷനെ ക്ലീൻ ബോൾഡാക്കി സൈം അയ്യൂബ് എത്തി. കിഷൻ ഏൽപ്പിച്ച പരിക്ക് നോക്കുമ്പോൾ ഇന്ത്യ ഉയർത്തിയ 175 റൺസ് എന്നത് പാകിസ്ഥാന് താങ്ങാവുന്ന സ്കോർ തന്നെയായിരുന്നു. പക്ഷേ പാക് ബാറ്റിംഗ് ലൈനപ്പിന്റെ പൊള്ളത്തരങ്ങളും ഡെപ്തും അറിയാവുന്ന സൂര്യകുമാർ 170+ വിജയിക്കാവുന്ന സ്കോർ തന്നെയായാണ് കണക്ക് കൂട്ടിയത്. ഇന്ത്യൻ മിഡിൽ ഓർഡർ കാര്യമായ സംഭാവനകൾ നൽകാതെ പോയിട്ടും സ്കോർ 175 എത്തിയതിന് നന്ദി പറയേണ്ടത് കിഷനോട് മാത്രമാണ്. സൂര്യകുമാറും തിലകും കരുതലോടെയാണ് ബാറ്റ് ചെയ്തത്. കാര്യമായ ഷോട്ടുകൾ ഇവരിൽ നിന്നും കണ്ടില്ല. 4 ഓവറിൽ 25 റൺസിന് 3 വിക്കറ്റ് എടുത്ത സൈം അയ്യൂബ് പാക് സ്പിന്നർമാരിൽ മികച്ചു നിന്നു. 4 ഓവറിൽ 24 റൺസ് മാത്രം വാങ്ങിയ ഉസ്മാൻ താരിഖ് ഹൈപ്പിന് വലിയ പേരുദോഷമുണ്ടാക്കിയില്ല. 28 റൺസ് മാത്രം കൊടുത്ത മുഹമ്മദ് നവാസും വെൽ കൺട്രോൾഡ് ആയിരുന്നു. പക്ഷേ 3 ഓവറിൽ 38 റൺസ് കൊടുത്ത അബ്രാറും 1 ഓവറിൽ 17 റൺസ് കൊടുത്ത ഷതാബും ഇന്ത്യക്ക് അനുഗ്രഹമായി. ലോങ് ബൗണ്ടറിയുള്ള പ്രേമദാസയിൽ 175 റൺസ് എന്നത് മികച്ച സ്കോർ തന്നെയാണ്. എങ്കിലും ഒരു മികച്ച ഓപ്പണിംഗ് തുടക്കത്തിനോ പാർട്ണർഷിപ്പുകൾക്കോ പാകിസ്ഥാനെ അനുവദിക്കാതിരിക്കുക എന്നതായിരുന്നു ഇന്ത്യൻ ലക്ഷ്യം. പുറമേക്ക് കോൺഫിഡൻസ് കാണിച്ചിരുന്ന സാഹിബ്സാദ ഫറാന് മുന്നിലേക്ക് ആദ്യ ഓവർ എറിയാനെത്തിയത് ഹാർദിക് പാണ്ഡ്യ. അളന്നു മുറിച്ച് ലെങ്ത് കൃത്യമായി കൺട്രോൾ ചെയ്ത ഓവറായിരുന്നു പാണ്ഡ്യയുടേത്. ആദ്യ 3 പന്തുകളും ഡോട്ടായതിന് നിരാശയിൽ 4ാം പന്ത് സ്ട്രൈക്ക് ചെയ്ത ഫർഹാന് തെറ്റി. റിങ്കു സിംഗിനൊരു ഈസി ക്യാച്ച്. പാകിസ്ഥാന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് ഏതാണ്ട് അതോടെ തീരുമാനമായിരുന്നു. 2ാം ഓവർ എറിയാൻ സൂര്യ വിളിച്ചത് ജസ്പ്രീത് ബുംറയെ. ബുംറയുടെ ആദ്യ പന്ത് സൈം അയ്യൂബിന്റെ ബാറ്റിൽ തട്ടി ഊർന്നിറങ്ങിയത് ബൗണ്ടറിക്കപ്പുറത്തേക്ക്. ബുംറയെ ആദ്യ പന്തിൽ 6 അടിക്കുക എന്ന സന്തോഷം സൈം അയ്യൂബിന്റെ നെഞ്ചിൽ ഇരമ്പി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ബുംറയ്ക്ക് തിരിച്ചു വരാൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. ബുംറയുടെ പ്രതിഭയുടെ കയ്യൊപ്പ് പതിഞ്ഞ കൃത്യമായൊരു യോർക്കറിൽ സൈം അയ്യൂബ് LBW. അമ്പയർ കുമാർ ധർമ്മസേന കൂടുതൽ ആലോചിക്കാതെ വിരലുയർത്തി. സൈം അയ്യൂബ് റിവ്യൂവിനെ ആശ്രയിച്ചെങ്കിലും അത് വിക്കറ്റ് തന്നെയാണെന്ന് ആദ്യ നോട്ടത്തിൽ തന്നെ വ്യക്തമായിരുന്നു. ആ ഓവറിൽ പിന്നെയും ഡ്രാമകളുണ്ടായിരുന്നു. പാക് ക്യാപ്റ്റൻ സൽമാൻ ആഗ ബുംറയെ ഒരു ബൗണ്ടറി വഹിക്കുന്നു. പക്ഷേ എത്രത്തോളം ബുദ്ധിശൂന്യനാണ് പാക് ക്യാപ്റ്റൻ എന്ന് അയാളുടെ അടുത്ത ഷോട്ട് കാണിച്ചു. അനാവശ്യമായ ഷോട്ടിൽ പാണ്ഡ്യയ്ക്ക് ക്യാച്ച് കൊടുത്ത് ക്യാപ്റ്റനും തിരിഞ്ഞു നടന്നു. ക്യാപ്റ്റൻ മുന്നിൽ നിന്നും നയിക്കേണ്ട ഒരു ചേസിങ്ങിനെ ക്യാപ്റ്റൻ തന്നെ നശിപ്പിക്കുന്ന ചിത്രം. സിറ്റുവേഷനോ പന്തിന്റെ ലൈനോ നോക്കാതെയുള്ള മറ്റൊരു ബ്രെയിൻലെസ് ഷോട്ട്.
പാകിസ്ഥാൻ 13-3 കൂപ്പുകുത്തി. ഗ്യാലറിയിലിരുന്ന ഓരോ പാക് ആരാധകനും തങ്ങൾ പിന്തുണക്കുന്നത് ഈ വിഡ്ഢിക്കൂട്ടത്തെയാണല്ലോ എന്നുപോലും സന്ദേഹിച്ചിരിക്കണം. ക്രീസിൽ പിന്നീടെത്തിയത് ഉസ്മാൻ ഖാൻ, മറുവശത്തുള്ളത് ബാബർ അസം. ഉസ്മാൻ ഖാൻ ആദ്യം മുതലേ താൻ മികച്ച ടച്ചിലാണെന്നാണ് തോന്നിപ്പിച്ചത്. മറുവശത്തുള്ള ബാബർ അസം നങ്കൂരമിടുന്നത് തങ്ങളുടെ ടീമിൽ അത്യാവശ്യമാണെന്ന് പാക് കമന്റേറ്റർമാർ ഒന്ന് സൂചിപ്പിച്ചതേയുള്ളൂ. അതിനിടയിൽ അക്സർ പട്ടേലിനെ ഉയർത്തിയെടുക്കാനുള്ള ശ്രമത്തിനിടയിൽ ക്ലീൻ ബോൾഡായി ബാബർ അസമും മടങ്ങുന്നു. ബാബറിനെ കോഹ്ലിയോട് ഉപമിച്ചിരുന്ന പാക് ആരാധകർക്ക് കോഹ്ലിയും ബാബറും തമ്മിൽ എത്ര വ്യത്യാസമുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള മറ്റൊരു ഉദാഹരണം കൂടി. പിന്നീടെല്ലാം പ്രതീക്ഷിച്ചത് മാത്രം. ഉസ്മാൻ ഖാൻ ഒറ്റയ്ക്ക് ചില പോരാട്ടങ്ങൾ നടത്തി നോക്കി. പക്ഷേ 10.4 ഓവറിൽ സ്റ്റംപിംഗായി ഉസ്മാൻ ഖാൻ കൂടി മടങ്ങുമ്പോൾ സ്കോർ 73-5. പിന്നീട് ചടങ്ങുകൾ തീർക്കുന്ന ജോലി മാത്രം. കാര്യമായ വികാരപ്രകടനങ്ങൾ പോലുമില്ലാതെയാണ് ഇന്ത്യ പിന്നീടുള്ള ഓരോ വിക്കറ്റുകളും ആഘോഷിച്ചത്. ആധികാരിക വിജയമെങ്കിലും ഫീൽഡിലും ബാറ്റിലും ഇന്ത്യ അത്ര ക്ലിനിക്കലായിരുന്നില്ല. ലോകകപ്പിൽ മുന്നോട്ടു പോകണമെങ്കിൽ ഇന്ത്യ കൂടുതൽ കരുതലോടെ കളിക്കണമെന്ന സന്ദേശം കൂടി ഈ മത്സരം നൽകുന്നുണ്ട്.